ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത് എന്ന് അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ശേഖർ യാദവ്. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യം പ്രവർത്തിക്കുമെന്ന് പറയാൻ മടിയില്ല. ഏകീകൃത സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ജസ്റ്റിസ് ശേഖർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. यहाँ पर रहने वाला व्यक्ति भारतीय है। बाहर के लोग हिंदू नहीं समझ पाते, हिंदू केवल उसी को समझते हैं जो केवल और केवल पूजा पद्धति करने वाला, गंगा स्नान करने वाला, चंदन लगाने वाला व्यक्ति ही हिंदू है। ऐसा नहीं है। हिंदू कौन है? हिंदू इस देश में रहने वाला, इस देश को अपनी मां कहने वाला, इस देश पर कोई विपत्ति आ जाए तो अपना सर निछावर करने वाला जो व्यक्ति है, उसकी पूजा पद्धति कुछ भी हो सकती है। वो कुरान को मान सकता है, वो बाइबल को मान सकता है, लेकिन वो हिंदू है। ये हमारी बृहद വിനീത വിജിയുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹം എന്താണ് പറയുന്നത്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ നേരത്തെയും ചില പരാമർശങ്ങളൊക്കെ തന്നെ സമാനമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രയാഗ്രാജിൽ VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൽ നടത്തിയ ഒരു ലീഗൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലേക്കുള്ളൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യം പ്രവർത്തിക്കുമെന്ന് പറയാൻ തനിക്ക് മടിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏകീകൃത സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് ഒരു കുടുംബത്തിൽ നിരവധി ആളുകൾ ഉണ്ടാകും, പക്ഷേ അവിടെ പലപ്പോഴും തീരുമാനങ്ങൾ നടപ്പിലാക്കുക ആ കുടുംബത്തിലെ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അനുസരിച്ചാകും. രാജ്യത്തിലും അത് തന്നെയാണ് സ്ഥിതി എന്നാണ് അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ നിയമം ഭൂരിപക്ഷം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അയിത്തം, സതി തുടങ്ങിയ ആചാരങ്ങൾ അത് ഹിന്ദുമതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് നിർത്തലാക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ എന്നിട്ടും ഒന്നിലധികം ഭാര്യമാരുള്ള രീതി അത് മുസ്ലിം സമൂഹം ഇങ്ങനെ തുടരുകയാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്.